ഡോക്ടേഴ്സിന്റെ തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ നടപടി. സർജൻ ഡോക്ടർ ഗണേഷ് കുമാർ, അനസ്തീഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ബിനിൽ എന്നിവർക്ക് സ്ഥലം മാറ്റം. കോട്ടയം ESI ആശുപത്രിയിലേക്ക് മാറ്റി. ESI ഡയറക്ടറുടെ ഉത്തരവ്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഈ വാർത്ത ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നതും ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും റിനുവാണ്. തുടർച്ചയായി ഇതുണ്ടാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇന്നും ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നടപടി ഉണ്ടായി. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് പിന്നാലെ നടപടിയായിരിക്കുന്നു ഡോക്ടർക്കെതിരെ. റിനു. തീർച്ചയായും അനുജ, കഴിഞ്ഞ കുറച്ചു കാലമായി പേരൂർക്കട ESI ആശുപത്രിയിൽ വളരെ രീതിയിൽ രോഗികൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് തുടർ വാർത്തകൾ നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഓപ്പറേഷൻ, അതായത് കീഹോൾ സർജറി മുടങ്ങുന്നു, മെഷീൻ ഇല്ലാതായി, അതായത് തകർന്നു കിടക്കുന്നതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ മുടങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം 5 രോഗികളെയാണ് ശസ്ത്രക്രിയക്ക് തീരുമാനിച്ചിരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു രോഗിയെ കയറ്റി മാർക്ക് ചെയ്ത് തൈറോയിഡ് ഓപ്പറേഷന് വേണ്ടി മാർക്ക് ചെയ്തതിനു ശേഷം ഡോക്ടർമാർ തമ്മിൽ ഈ തിയേറ്ററിനുള്ളിൽ കിടന്ന വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം. തുടർന്ന് ഈ രോഗിയെ ഇറക്കിവിട്ട് അതിനുശേഷം മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. 5 ശസ്ത്രക്രിയകൾ അന്ന് മുടങ്ങി. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഇടപെടുകയും ഈ ESI ഡയറക്ടർക്ക് സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് ഈ രോഗികൾക്ക് വീണ്ടും ശസ്ത്രക്രിയ തീരുമാനിക്കുകയും ഇന്നലെ രാത്രി മുതൽ അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തി രോഗി തിയേറ്ററിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നും സമാന രീതിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ രോഗിയെ ശസ്ത്രക്രിയ ചെയ്യുവാൻ വേണ്ടി അനസ്തേഷ്യ ഡോക്ടർമാർ അവരെ മയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയില്ല. സർജനും ഒപ്പം അനസ്തേഷ്യ ഡോക്ടർമാർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. തുടർന്ന് ഇന്ന് രാവിലെയും നമ്മൾ കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ESI ഡയറക്ടർ ഇടപെട്ടിരിക്കുന്നത്. 2 ഡോക്ടർമാരെ, അതായത് ഇവിടുത്തെ അനസ്തേഷ്യ വിഭാഗം മേധാവി ബിനിൽ, ഒപ്പം സർജനായിട്ടുള്ള ഡോക്ടർ ഗണേഷ് എന്നിവരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. കോട്ടയം ESI ആശുപത്രിയിലേക്കാണ് സ്ഥലം മാറ്റിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അടിയന്തരമായി തന്നെ ഇന്ന് തന്നെ പകരം ഡോക്ടർമാർ ചുമതല ഏൽക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ESI ഡയറക്ടറേറ്റിൽ നിന്ന്. അതായത് ഇന്ന് ഒരു രോഗിയുടെ ഭർത്താവ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ രോഗികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് പുല്ലുവിലയാണോ ഇവിടെ കൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മാസങ്ങളോളം കയറി ഇറങ്ങിയാണ് ഇവർ ഒരു സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. വിവിധ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ എത്തുന്നു. ഈ മയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് ഈ ഡോക്ടർമാർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ഈ രോഗിയെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇതിൽ ഇടപെടുകയും ജില്ലാ ലേബർ ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തു. അടിയന്തരമായി രോഗികളെ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും അദ്ദേഹം നടത്തി. പക്ഷേ മന്ത്രിയുടെ വാക്കിന് പോലും പുല്ലുവില എന്നുള്ള രീതിയിലാണ് ഇന്ന് ഡോക്ടർമാർ വീണ്ടും ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയെ കിടത്തിയതിനു ശേഷം അവിടെ വീണ്ടും ഒരു തമ്മിൽത്തല്ലിലേക്ക്. ഇതേ ഡോക്ടേഴ്സ് തന്നെയാണോ അന്നും പ്രശ്നമുണ്ടാക്കിയത്? നമ്മൾ കഴിഞ്ഞ ദിവസം രോഗിയുടെയൊക്കെ പ്രതികരണം തത്സമയം നൽകിയതാണ്. രോഗി പറയുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ തമ്മിലുണ്ടായ തർക്കം, പിന്നീട് ഓപ്പറേഷൻ ടേബിളിൽ കയറി കിടന്ന് തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടെന്ന ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്നൊക്കെ. ഇതേ ഡോക്ടേഴ്സ് തന്നെയായിരുന്നു അതും. അറിയാ, തീർച്ചയായും. അതായത് അനസ്തേഷ്യ ഡോക്ടറായിട്ടുള്ള ബിനിൽ, പ്രിയ, അതുപോലെ തന്നെ സർജറി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഗണേഷ്, ഈ 3 പേരും തമ്മിലാണ് അന്ന് തർക്കമുണ്ടായത്. വാക്കുതർക്കമുണ്ടാവുകയും രോഗിയെ പുറത്തേക്ക് വിടുകയും ചെയ്തു. 5 സർജറി അന്ന് മുടങ്ങി. ഇന്നും അതേ രീതിയിൽ, അതായത് ഈ സർജന് വലിയ ബുദ്ധിമുട്ടില്ല, സർജറി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അനസ്തേഷ്യ നൽകുവാൻ വേണ്ടി അനസ്തേഷ്യ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല. അതിന് കാരണമായി ഇവർ പറയുന്നത് അവിടുത്തെ അനസ്തേഷ്യ അസിസ്റ്റന്റ് ലീവാണ്. പകരം പുറത്തുനിന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഒരു അനസ്തേഷ്യ അസിസ്റ്റന്റിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത് ഈ സർജൻ അനുവദിച്ചില്ല. കാരണം ഈ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് സർജനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത് അനുവദിച്ചില്ല. തുടർന്നാണ് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും രോഗിയെ കിടത്തി ആ ടേബിളിന് ചുറ്റും നിന്ന് വലിയ രീതിയിലുള്ള തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ രോഗി തന്നെ. പക്ഷേ ഇതിൽ ഈ പ്രശ്നം ടെക്നീഷ്യൻ ഇല്ല, അനസ്തേഷ്യ ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ വാർത്ത നൽകിയതാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ലേ റിനു? അനുജ, അനസ്തേഷ്യ അസിസ്റ്റന്റ് ആശുപത്രിയിലുണ്ട്. അദ്ദേഹം അന്ന് ലീവായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹത്തിന് ഇന്നലെ നൈറ്റ് ആയിരുന്നു ഡ്യൂട്ടി എന്നുള്ള. നൈറ്റ് ഡ്യൂട്ടി എടുത്ത് അദ്ദേഹം രാവിലെ വീണ്ടും ഡ്യൂട്ടിക്ക് കയറേണ്ട ആളാണ്. പക്ഷെ സുഖമില്ല എന്ന് കാട്ടി അദ്ദേഹം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം പോയി എന്നുള്ളതാണ്. പക്ഷെ അത് ഈ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്തതിന് ശേഷം ഈ അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഈ സർജനായിട്ടുള്ള ഡോക്ടർ ഗണേഷുമായി സഹകരിക്കാൻ
ചില ഈഗോ പ്രശ്നങ്ങൾ ഈ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാർക്കുണ്ട്. അത് ചൂണ്ടിക്കാട്ടി ഇവർ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ഡോക്ടർമാരുടെ തമ്മിൽ തല്ല് കാരണം ദുരിതത്തിലായിരിക്കുന്നത് രോഗികളാണ്. ഇന്നും അടിയന്തര ശസ്ത്രക്രിയ പോസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇന്നലെ രാത്രി ഈ അനസ്തേഷ്യ ഡോക്ടർമാരും ഒപ്പം സർജനും ഈ രോഗികളെ വിളിച്ച് രാവിലെ സർജറി നടക്കുമെന്ന് അറിയിച്ചു. എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി, തിയേറ്റർ ഒരുക്കി. ഇന്നലെ രാത്രി മുതൽ ഈ രോഗി ഭക്ഷണം കഴിക്കാതെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. രാവിലെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണം, എനിമ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തതിനു ശേഷം തിയേറ്ററിലേക്ക് എത്തുന്നു. തിയേറ്ററിലേക്ക് എത്തി ടേബിളിൽ കിടത്തിയതിനു ശേഷമാണ് ഈ അനസ്തേഷ്യ ഡോക്ടർമാർ അവിടെ നിന്ന് ഈ ഡോക്ടറുമായി വീണ്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രോഗിയെയോ ബന്ധുക്കളെയോ അക്കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാവുന്ന വിവരം അനുസരിച്ച് വീണ്ടും മണിക്കൂറുകളോളം ഇതറിയാതെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ ഈ രോഗി കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം ബന്ധുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന്, പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഈ രോഗിയെ വീണ്ടും ഈ ഞാൻ റിനുവിലേക്ക് എത്താം. ഈ വാർത്ത ആദ്യം തന്നെ പുറത്തു കൊണ്ടുവന്നത് റിനു ശ്രീധരാണ്. അതിനുശേഷം തുടർച്ചയായി ഇത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടപടിയാകുന്നത്. പേരൂർക്കട ESI ആശുപത്രിയിലെ സർജനെയും അനസ്തേഷ്യയിലെ ഡോക്ടറെയും സ്ഥലം മാറ്റിയിരിക്കുന്നു. കോട്ടയം ESI ആശുപത്രിയിലേക്കാണ് ഡോക്ടർ KG ഗണേഷിനെയും ഡോക്ടർ ബിനിൽ കുമാറിനെയും മാറ്റിയത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. 24 ബിഗ് ഇമ്പാക്റ്റ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.